ക്രിസ്മസ് മഞ്ഞിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുക. ക്രിസ്മസ് മഞ്ഞിലേക്ക് വരുന്നതിന് മുമ്പ് ക്രിസ്മസിൻ്റെ മഞ്ഞുരുകുന്ന ഒരു അനുഭവം പറയുന്ന ഒരു കഥയാണ് ഫുൾട്ടൺ ഓസ്ലർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കഥ. ഫുൾട്ടൺ ഓസ്ലർ അദ്ദേഹം പറയുന്നത് ചിക്കാഗോയിലെ പീറ്റ് വേക്ക്ഫീൽഡ് അവിടുത്തെ ഒരു സ്വർണ്ണക്കടയിലേക്ക് ഒരു 4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓടിച്ചെല്ലുകയാണ്. അവരുടെ കയ്യിൽ 11 സെൻറ്റ് ഉണ്ട്. ഇവൾ ഈ 11 സെൻറ്റ് കടക്കാരന് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിരുന്ന ഒരു സ്വർണ്ണമാല ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, എനിക്കിത് വേണം. ഈ കടക്കാരൻ ഈ പണം എണ്ണി നോക്കി. 11 സെൻറ്റാണ്, ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണമാലയാണ്. അപ്പോൾ ഈ കുഞ്ഞിനോട് ഈ കടക്കാരൻ ചോദിക്കുന്നത്, ഇതെനിക്ക് എന്തിനാ? കുഞ്ഞ് പറയുന്നത്, എനിക്ക് അപ്പനും അമ്മയില്ല, എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ, എനിക്കൊരു ക്രിസ്മസ് സമ്മാനം എൻ്റെ ചേച്ചിക്ക് കൊടുക്കണം. കടക്കാരൻ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ സ്വർണ്ണമാല ഒരു കൊച്ചു ചെപ്പിലാക്കി നല്ലൊരു വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞു അതിനൊരു സ്വർണ്ണ നൂല് കൊണ്ട് കെട്ടി ഈ കൊച്ചൻ്റെ കയ്യിൽ കൊടുത്തു. ഇവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അന്ന് തന്നെ വൈകുന്നേരം ആ സമ്മാനപ്പൊതിയായിട്ട് ഈ കുഞ്ഞിൻ്റെ ചേച്ചി ഓടി ഈ സ്വർണ്ണക്കടയിലേക്ക് വന്നേക്കുക. ആദ്യത്തെ ചോദ്യം, ഇത് സ്വർണ്ണമാണോ? ഇയാൾ പറയും, അതെ, ഈ സ്വർണ്ണമാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ സ്വർണ്ണമാലയുടെ മുഴുവൻ പണവും എൻ്റെ അനിയത്തി തന്നോ? ഇയാൾ പറയും, മുഴുവൻ തന്നു, കാരണം അത് നിന്നോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് വില പറയാനായിട്ട് ഞാൻ ആളല്ല, കാരണം സ്നേഹം അത്രമാത്രം ആർദ്രതയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം അളക്കാനാവാത്തതാണ്. അമൂല്യമായ ഒരു നിധിയാണ് ഈ ക്രിസ്മസിലൂടെ ദൈവം നമ്മൾക്ക് നൽകുന്നത്. സ്വർഗത്തിൻ്റെ അനശ്വര സമ്മാനമായ ക്രിസ്തുവിനെ നമ്മൾക്കായിട്ട് ദൈവം ഈ ക്രിസ്മസിലൂടെ നൽകുകയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതൊക്കെ മാക്സിമം കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കാറില്ല. മിനിമത്തിൽ നമ്മൾ ഒതുക്കും, അത് സ്നേഹമായാലും എന്തായാലും. ക്രിസ്മസ് മഞ്ഞിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ പറഞ്ഞതാണ്. ഒരുപാട് ആഗ്രഹമായിരുന്നു മഞ്ഞ് കാണണമെന്ന്. അങ്ങനെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത്, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് കാത്തിരുന്ന് കുറേ നാളത്തെ പ്രിപ്പറേഷന് ശേഷം ഒന്ന് കൂട്ടുകാരൻ്റെ കൂടെ കാശ്മീർ പോയി. അപ്പോൾ എത്ര കണ്ടിട്ടും മതിയാവുള്ള അത്രയ്ക്ക് മനോഹരമാണ് ഈ മഞ്ഞിങ്ങനെ പെയ്ത് കിടക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ മഞ്ഞുമലകൾ ഇങ്ങനെ കയറിപ്പോവാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അപ്പനും അമ്മയും 2 കുട്ടികളും. ഓക്കെ, എല്ലാവരും ഓരോ കുതിരപ്പുറത്താണ് പോവുക. ഈ കുട്ടികളുമായിട്ട് നല്ല ചങ്ങാത്തത്തിലായി. കുതിരകൾക്ക്, ഞങ്ങൾ ഓരോരുത്തരും വരുന്ന കുതിരകൾക്ക് ഒരു പേരൊക്കെ ഇട്ടു. തിരിച്ചു വരുന്ന വഴി ഈ കുട്ടികളുടെ അമ്മ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ കാലും അടങ്ങിയിട്ട് താഴ്ത്തു വീണു. പിന്നെ ആ സ്ത്രീക്ക് കുതിരപ്പുറത്ത് കയറാൻ പറ്റണില്ല. അപ്പോൾ അപ്പനും അമ്മയും കൂടി പറയാണ്, ഞങ്ങളിനി നടന്നു വന്നോളാം, ഈ കൊച്ചുങ്ങളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ ഞങ്ങളുടെ കൂടെ വിട്ടു. അപ്പോൾ താഴെ മഞ്ഞുമല ഇറങ്ങി താഴെ എത്തുമ്പോൾ അവിടെ കാണാം. ഓക്കെ, അതാണ് ഒരു എഗ്രിമെൻറ്റ്. പക്ഷേ താഴേക്ക് എത്തും തോറും തണുപ്പിങ്ങനെ കൂടിക്കൂടി വരുന്ന ആ സമയം, ഇങ്ങനെ തണുപ്പ് കൂടിക്കൂടി വരുന്ന ഒരു അനുഭവം. ഈ കൊച്ചു വാവിട്ട് കരയാൻ തുടങ്ങി. അവൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റണില്ല. കുഞ്ഞ് കൊച്ചല്ലേ. കുറേ ആശ്വസിപ്പിക്കാൻ നോക്കി, പറ്റണില്ല. അവൾ വിറക്കാൻ തുടങ്ങി. ശ്വാസം വലിക്കാനായിട്ട് ബുദ്ധിമുട്ടായി. ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ടൊന്നും രക്ഷയില്ല. അപ്പം അപ്പുറത്ത് കൂടെ വരുന്ന മറ്റൊരു യാത്രാ സംഘത്തിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഗീവ് ഹെയർ ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിൻ്റെ ചൂട് കൊടുക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. നമ്മൾക്കും എനിക്കും ഇങ്ങനെ കൊച്ചുങ്ങളെ കൈകാര്യം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ലല്ലോ. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. ജാക്കറ്റിൻ്റെ സിബ് തുറന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ജാക്കറ്റുണ്ട്. ആ ജാക്കറ്റും തുറന്നു. ഇവളിങ്ങനെ നെഞ്ചോടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഈ ജാക്കറ്റ് കവർ ചെയ്തോളെ. ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് ഫീലിങ്ങോടുകൂടി അവൾ 2 കൈയും ഇങ്ങനെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അവളിങ്ങനെ കരച്ചിലൊക്കെ മാറി ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. ആ ഒരു ഹൃദയത്തിൻ്റെ ചൂട്, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസിന് കൊടുത്ത സമ്മാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് അതായിരുന്നു തോന്നുന്നു. ദൈവം നമ്മൾക്ക് ഇതുപോലെ ഹൃദയത്തിൻ്റെ ചൂട് നൽകുന്ന അനുഭവമാണ് ഈ ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കും നമ്മളാൽ കഴിവിധം മാക്സിമം സ്നേഹിക്കാം,
സ്നേഹത്തിന് അതിരുകളില്ല, സ്നേഹത്തിന് വിലമതിക്കാനാവില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാം. എല്ലാവരെയും സ്നേഹിച്ച് നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിഷ് യു മെറി ക്രിസ്മസ്.